ഇപ്പോൾ എന്താണ് 400 സീറ്റിൽ പരം ബി ജെ പി നേടാൻ പോകുന്നു എന്ന വലിയ രീതിയിലുള്ള വർത്തമാനമൊന്നും ബി ജെ പിയിൽ നിന്ന് വരാത്തത് കൊണ്ട് കൂടിയാണോ രാഹുൽ ഗാന്ധി മനം മാറി ഇപ്പോൾ റായ്ബറേലിയിലേക്ക് എത്തുന്നത് എന്നുള്ളത് അറിയില്ല. അത് പറയേണ്ടത് ബി ജെ പി ആണ് ഇപ്പോൾ. പക്ഷേ എന്തായാലും രാഹുൽ ഗാന്ധി റായ്ബറേലിയിലേക്ക് വരുന്നത് ബി ജെ പിയെ നേരിടാനാണ് എന്ന് ഇപ്പോൾ ഈ ചർച്ചയിൽ ശ്രീ എൻ ശ്രീകുമാറെങ്കിലും പറഞ്ഞിട്ടുണ്ട്. പുറത്താരെങ്കിലും കോൺഗ്രസ്സുകാരത് പറഞ്ഞോ എന്നുള്ളത് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചോന്നും എനിക്കറിയില്ല. ആ നിലയ്ക്ക് വയനാട്ടിൽ നിന്ന് ഇപ്പോൾ റായ്ബറേലിയിലേക്ക് എത്തുന്ന രാഹുൽ ഗാന്ധിയെ എങ്ങനെ വിലയിരുത്തുന്നു ബി ജെ പി? രാഹുൽ ഗാന്ധിക്ക് 2 ദൗത്യങ്ങളാണ് ഉള്ളത് എന്ന് തോന്നുന്നു ഈ നീക്കം കാണുമ്പോൾ. അതായത് കോൺഗ്രസ് എന്നുള്ളത് ഒരു ദക്ഷിണേന്ത്യൻ പാർട്ടി ആയി ചുരുങ്ങിയിരിക്കുന്നു. ഇപ്പോൾ കോൺഗ്രസിനുള്ള ആകെ ലോക്സഭ എം പിമാരുടെ എണ്ണം പരിശോധിക്കുമ്പോൾ അതിൽ 2 അക്കം തികഞ്ഞ് എം പിമാരെ സംഭാവന ചെയ്യാൻ കഴിഞ്ഞത് തെക്കേ അറ്റത്തുള്ള കേരളത്തിനാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ എം പിമാരെ കിട്ടിയത് തമിഴ്നാട്ടിൽ നിന്നാണ്. അതിനുശേഷം ദക്ഷിണേന്ത്യ കഴിഞ്ഞ് ഉത്തരേന്ത്യയിലേക്ക് പോകുമ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ കോൺഗ്രസിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് 1 സീറ്റ് 2 സീറ്റ് അങ്ങനെയൊക്കെയാണ്. ധാരാളം സീറ്റുകൾ 10ലധികം സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് സീറ്റ് പോലും ഇല്ല. ഇതാണ് അവസ്ഥ. ഇപ്പോൾ 80 ലോക്സഭാ മണ്ഡലങ്ങളുള്ള യു പിയിൽ ആകെ റായ്ബറേലി മാത്രമാണ് ഉള്ളത്. ഇപ്പോൾ ഈ ദക്ഷിണേന്ത്യ അല്ല ഉത്തരേന്ത്യയിലും ഞങ്ങൾക്ക് സാന്നിധ്യമുണ്ട് എന്ന് തെളിയിക്കുക എന്നുള്ളത് പാർട്ടിക്കുള്ളിൽ നിന്നോ അതല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളിൽ നിന്നോ ഉള്ള സമ്മർദ്ദം സഹിക്കവയ്യാതെ അദ്ദേഹം എടുത്ത ഒരു തീരുമാനമാകാം. ഏതായാലും മറ്റൊരു ഉദ്ദേശം കൂടി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഇതേ റായ്ബറേലി ജില്ലയിൽ തന്നെ തൊട്ടടുത്തുള്ള അമേഠിയിൽ മത്സരിക്കുകയും അങ്ങനെ മത്സരിച്ച് ആ സീറ്റ് ബി ജെ പിയിൽ എത്തിക്കുകയും ചെയ്തു. ഇത്തവണ റായ്ബറേലി സീറ്റ് കൂടി ബി ജെ പിക്ക് സംഭാവന ചെയ്യുക എന്നുള്ള ഉദ്ദേശവും രാഹുലിന് തീർച്ചയായിട്ടും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം റായ്ബറേലി മണ്ഡലത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. 1952 മുതൽ ഈ മണ്ഡലമുണ്ട്. അതിൽ ഇപ്പോൾ 72 വർഷമായി ആ മണ്ഡലം ഉണ്ടായിട്ട്. അതിൽ ആദ്യത്തെ 8 വർഷം ഫിറോസ് ഗണ്ഡി എന്ന് പറയുന്ന ഇവരുടെ മുത്തച്ഛനാണ് ആ മണ്ഡലം പ്രതിനിധീകരിച്ചത്. 10 വർഷം ഇന്ദിരാഗാന്ധി, 20 വർഷം സോണിയാഗാന്ധി, 17 തവണയായിട്ട് 65 വർഷം കോൺഗ്രസ് പാർട്ടി കൈവശം വെച്ചിരുന്ന മണ്ഡലമാണ് ഈ റായ്ബറേലി. ആ റായ്ബറേലി എന്ന് പറയുന്നത് ഇപ്പോൾ നിൽക്കുന്നത് BRGF എന്ന് പറയുന്ന ഒരു പരിഗണനയിലാണ്. ബാക്ക്വേർഡ് റീജിയൻസ് ഗ്രാൻഡ് ഫണ്ട് കൊണ്ട് കഷ്ടിച്ച് ജീവിച്ചു പോകുന്ന ഏറ്റവും പിന്നോക്ക ജില്ലകളിൽ ഒന്നായിട്ടുള്ള റായ്ബറേലി ജില്ലയുടെ ഭാഗമായിട്ടുള്ള ആ മണ്ഡലം ഇന്ത്യയിലെ തന്നെ ഏറ്റവും പുറകിൽ കിടക്കുന്ന ഒരു മണ്ഡലമാണ്. ഓർക്കണം, 65 വർഷം കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥികൾ ജയിച്ചു വന്ന ആ മണ്ഡലം ഏറ്റവും പിന്നോക്കമായി ഇന്നും അവശേഷിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിരിക്കുന്ന രാജ്യത്ത് ഇങ്ങനെയൊക്കെയുള്ള മണ്ഡലങ്ങൾ ഉണ്ടോ? ഇത്രയും പിന്നോട്ട് നിൽക്കുന്ന മണ്ഡലങ്ങളൊക്കെ ഉണ്ടോ ഇപ്പോൾ ഇവിടെ രാജ്യത്ത്? അതാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും അവിടുത്തെ ജനങ്ങൾ ഇത്തവണ വിധി എഴുതും. കാരണം നമുക്കിപ്പോൾ അവിടുത്തെ 2009 മുതലുള്ള അവസ്ഥ, പാർട്ടിയുടെ അവസ്ഥ ഒന്ന് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതായത് കോൺഗ്രസ് പാർട്ടിക്ക് അവിടെ 2009 മത്സരിക്കുമ്പോൾ 72% വോട്ടുണ്ടായിരുന്നു. അത് 2014 വരുമ്പോൾ 63% കുറഞ്ഞു. 2019 വരുമ്പോൾ 55%. എന്നാൽ അതേ സമയത്ത് മറുവശത്ത് നിൽക്കുന്ന ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം 2009 കേവലം 3.8%. അത് 2014 21%. 2019 എത്തുമ്പോഴേക്കും അത് 38%. അതായത് ആദ്യം 1.5 ലക്ഷം വോട്ട് ബി ജെ പി, ആദ്യം മത്സരിക്കുമ്പോൾ 1/4 ലക്ഷം വോട്ടേ ബി ജെ പിക്ക് അവിടെ ഉള്ളൂ. അത് പിന്നീട് വന്നപ്പം 1.25 ലക്ഷമായി, അതായത് 1.5 ലക്ഷം കൂടി. അടുത്ത തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അത് 2 ലക്ഷവും കൂടി വർദ്ധിച്ചു, അത് 3.25 ലക്ഷമായി. അടുത്ത തെരഞ്ഞെടുപ്പ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ആ ഒരു ആഗ്രഹം ഇത്തവണ അമേഠി പോലെ റായ്ബറേലിയെയും ആക്കി തീർക്കുക, ബി ജെ പിക്ക് റായ്ബറേലിയെ കൂടി സംഭാവന ചെയ്യുക എന്നുള്ള ചരിത്ര ദൗത്യം നിർവഹിക്കാനാണ് രാഹുൽ അങ്ങോട്ട് പോയത് എന്നുള്ളത് ഇലക്ഷന്റെ റിസൾട്ട് വരുമ്പോൾ വ്യക്തമാവും. കാരണം അവിടുത്തെ ജനങ്ങൾ ഈ 65 വർഷക്കാലത്തെ പ്രധാനമന്ത്രിമാരുടെ മണ്ഡലമായിരുന്ന ആ മണ്ഡലത്തെ അനുഭവിച്ച് കഴിഞ്ഞ ജനങ്ങൾ അതിന് ചുറ്റുമുള്ള മണ്ഡലങ്ങളുടെ വികാസവും കാര്യങ്ങളും കാണുമ്പോൾ തീർച്ചയായിട്ടും ചരിത്രപരമായിട്ടുള്ള ഈ തീരുമാനമെടുക്കും. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ മനസ്സിലുള്ള, അതായത് റായ്ബറേലി കൂടി ബി ജെ പി ഏൽപ്പിക്കുക എന്നുള്ള ലക്ഷ്യമായിരിക്കാം അദ്ദേഹം
ഈ ഒരു തീരുമാനമെടുക്കാൻ കാരണം. എന്തായാലും ഇന്ത്യ മുന്നണിയുടെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണിയടിക്കാനുള്ള ഏറ്റവും നല്ല ഒരു തീരുമാനം കൂടിയാണിത്. അതുകൊണ്ട് സ്വന്തം മുന്നണി തകർക്കുക, സ്വന്തം പാർട്ടി തകർക്കുക എന്നുള്ള ആ ദൗത്യമാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. ഇലക്ഷന്റെ റിസൾട്ട് വരുമ്പോൾ അത് നമുക്ക് എല്ലാവർക്കും ബോധ്യമാവും. ശരി, എന്തായാലും അവിടെ രാഹുൽ ഗാന്ധിക്ക് കൊടി പിടിക്കുന്നതിന് നിങ്ങളുടെ യാതൊരു തടസ്സവും ഉണ്ടാകില്ല എന്ന് ഉറപ്പിക്കാം. അല്ല, അങ്ങനെ ഉറപ്പിക്കത്തില്ല. കാരണം അവിടെ കൊടി പിടിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കിയിരിക്കുകയാണ്. ഇവിടെ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചത് എന്ന ഒരു ചോദ്യത്തിന് രാഹുൽ ഗാന്ധി മറുപടി പറയേണ്ടതുണ്ട്. ഇവിടെ പച്ചക്കൊടിയുടെ പിന്തുണ ഇല്ലായിരുന്നുവെങ്കിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വരുമായിരുന്നില്ല. അപ്പോൾ ആ കൊടിയുടെ പിന്തുണ ഉള്ളത് കൊണ്ട് മാത്രമാണ് വയനാട്ടിൽ വന്നതും മത്സരിച്ചതും ജയിച്ചതും. അതുകൊണ്ട് ഇത്തവണ കോണിയും കൊടിയും ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് താഴെ വെപ്പിച്ചു. പകരം ഞങ്ങളുടെ കൊടി എടുക്കുന്നില്ല എന്ന് പറയുന്നു. റായ്ബറേലിയിൽ ഇത് പറയുമോ? റായ്ബറേലിയിൽ കോൺഗ്രസിന്റെ കൊടി ഞങ്ങൾ താഴെ വെക്കുകയാണ്, ഒരു കൊടിയും വേണ്ട, അവിടെ സ്ഥാനാർത്ഥി മാത്രം മതി എന്നൊരു നയം എടുക്കുമോ എന്നുള്ളത് വയനാട്ടിലെ മുസ്ലിം ലീഗ്. അല്ലാതെ എന്തുകൊണ്ടാണ് കോൺഗ്രസ് അത്തരം ഒരു തീരുമാനം വയനാട്ടിൽ എടുത്തത് എന്നതുകൂടി നോക്കണമല്ലോ. അത് നിങ്ങൾ ഏത് രീതിയിലാണ് അതിനെ ദുരുപയോഗം ചെയ്തത് എന്നതുകൂടി പരിശോധിക്കണമല്ലോ. നിങ്ങൾ എന്താണ് നോർത്ത് ഇന്ത്യയിൽ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇപ്പോൾ തന്നെ രാഹുൽ ഗാന്ധി റായ്ബറേലിയിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ കോൺഗ്രസിനെയും പാകിസ്ഥാനെയും തമ്മിൽ യോജിപ്പിച്ചുകൊണ്ടുള്ള ഉപമകളൊക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ എങ്ങനെ വിശ്വസിക്കും നിങ്ങളെ? അത് ശരിയാണ് കേട്ടോ, ഡോക്ടർ ലാൽ പറഞ്ഞത് വളരെ ശരിയാണ്. ഞങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ല. ഞങ്ങളിത് തുറന്നു പറയും. ഞങ്ങളിത് റായ്ബറേലിയിലും ഉത്തരേന്ത്യയിലും മുഴുവൻ വളരെ വിശദമായിട്ട് തുറന്നു പറയും. അത് വലിയ ചർച്ചയാക്കും. അതുകൊണ്ട് ഇവിടെ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ ജയിപ്പിച്ചവർ ആ കൊടിയും എടുത്ത് നേരെ പോകണം, റായ്ബറേലിയിലേക്ക് പോകണം, എന്നിട്ട് അവിടെ കൊടി ഉയർത്തണം. ഇല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിലെ ആനി രാജയുടെ പാർട്ടി അല്ലെങ്കിൽ CPM എന്ന പാർട്ടി പച്ചക്കൊടി ഉയർത്തിയ പാർട്ടി ഉണ്ടല്ലോ. അപ്പൊ ഇന്ത്യ മുന്നണിയിലെ CPM-ഉം CPI-യും പച്ചക്കൊടിയുമായി റായ്ബറേലിയിൽ എത്തുകയാണ്. തീർച്ചയായിട്ടും ആ ചരിത്ര ദൗത്യം നിർവഹിക്കണം. കാരണം അവിടെ മുസ്ലിങ്ങളുണ്ട്, റായ്ബറേലിയിൽ മുസ്ലിങ്ങളുണ്ടല്ലോ. അപ്പൊ പച്ചക്കൊടി മാറ്റിയൊന്നും വെക്കണ്ട. അതുകൊണ്ട് ഇവിടെ ഉയർത്താൻ പറ്റിയില്ലെങ്കിലും വാശിയോടുകൂടി അവിടെയെങ്കിലും ഉയർത്തണം. അങ്ങനെ മതേതരത്വം കാത്തു സൂക്ഷിക്കണം, ജനാധിപത്യത്തെ സംരക്ഷിക്കണം. നമുക്ക് കാത്തിരുന്ന് കാണാം ഈ ഏതെങ്കിലും ഒരു കൊടി റായ്ബറേലിയിൽ ഉയരുമോ, അത് കോൺഗ്രസിന്റെ കൊടിയാണോ അതോ പച്ചക്കൊടിയാണോ എന്നുള്ളത്.